ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെറീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കണത് കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ കണ്ടപ്പോൾ. ഇപ്പോൾ നമ്മൾ പക്കവടയാണ് ഉണ്ടാക്കണത് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഒരു സബോള, 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് നന്നായി കട്ട് ചെയ്തിട്ട് എടുക്കണ്ടേ. അപ്പോൾ സബോളൊക്കെ നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വീഡിയോസൊക്കെ കാണാറില്ലേ? പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുക വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. എന്നാലാണ് എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ ഈവനിങ് സ്നാക്സ് നമ്മൾ പ്രധാനമായിട്ടും കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴത്തേനല്ല ഉണ്ടാക്കുക. അപ്പോൾ ഞാനിപ്പോൾ മോന് വരാറായിട്ടുണ്ട്, അപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ സബോളൊക്കെ ഒന്ന് നന്നായി നൈസായിട്ട് തന്നെ കട്ട് ചെയ്തോളൂ കേട്ടോ. മാക്സിമം ചെറുതാക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് പക്കവടയൊക്കെ നല്ല കട്ടൻ ചായ കൂട്ടി കഴിക്കാൻ നല്ലതല്ലേ. പിന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് മഴക്കാലം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ പച്ചമുളകും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. 2 പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് എരിവൊക്കെ ഉള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ. അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തോളൂ. ഒന്നാകെ ഇട്ട് കൊടുക്കണ്ട, കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ മല്ലിയില വേണം. മല്ലിയില അത് ഒന്ന് ചെറുതായി കട്ട് ചെയ്തോളൂ. അങ്ങനെയൊക്കെ. പിന്നെ നിങ്ങൾക്കൊക്കെ വീഡിയോസൊക്കെ ഇഷ്ടമാവുണ്ടോ? നിങ്ങളൊക്കെ അഭിപ്രായം? ആരും കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊന്നും പറയണില്ല കേട്ടോ. നിങ്ങൾ പറയുമ്പോഴല്ലേ എൻ്റെ വീഡിയോസിനൊക്കെ കൂടുതൽ റീച്ചും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. പിന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, എന്നിട്ട് എൻ്റെ വീഡിയോസ് കാണൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കറിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയും കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. മല്ലിയിലൊക്കെ നന്നായി നൈസായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മല്ലിയിലൊക്കെ ഇടുമ്പോൾ പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ പക്കവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ. മല്ലിയില ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഇടുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ വേറെ നിങ്ങളൊക്കെ വിശേഷം? കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരാറായില്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈവനിങ് സ്നാക്സ് എല്ലാവരും ഇതന്നെ ആക്കിക്കോളൂ കേട്ടോ. എല്ലാവരും പിള്ളേർ 4 മണിക്ക് വരുമ്പോഴത്തേനൊക്കെ സെറ്റ് ആക്കിക്കോളൂ. ഇപ്പോൾ ഞാനത് 2 അല്ലി വെളുത്തുള്ളി എടുത്ത് വെച്ചിരുന്നു. അതൊന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. ചതച്ചെടുക്കണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നന്നായി ചതച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ഒന്ന് ചതഞ്ഞ് വന്നോട്ടെ കേട്ടോ. നല്ല പേസ്റ്റാക്കും വേണ്ട, എന്നാൽ ഒരു മീഡിയം ലെവലിൽ ചതഞ്ഞ് വന്നോട്ടെ. ഇനി നമുക്കത് ചതച്ചെടുത്തതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഇപ്പോൾ കടലമാവ്, മൈദമാവ് അതൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മൈദമാവാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. ആദ്യം നമുക്ക് എത്രത്തോളം ഉണ്ടാക്കുന്നുണ്ടോ അത്രത്തോളം അതിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അളവൊന്നുമില്ല, ഞാൻ ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നു, അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ വീട്ടിലെ ആൾക്കാരെ എണ്ണത്തിനനുസരിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത്, നമുക്ക് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് കൂടുതൽ ഇട്ടോളൂ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഒരു ചുവ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പിഞ്ച് അപ്പസോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ ഞാൻ കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ബാക്കി ഐറ്റംസൊക്കെ അല്ലേ അതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. മല്ലിയില, കറിവേപ്പില, പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാൻ പോകട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആക്കിയത് ഒക്കെ ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തോളൂ. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം വെക്കണം കേട്ടോ. നമുക്കത് ഒന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യണ്ട. ആദ്യം നമ്മൾ വെറുതെ ഒന്ന് സ്പൂണായിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. അല്ലാതൊന്ന് മിക്സ് ആയിക്കോട്ടെ പൊടികളൊക്കെ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അളവിലാണ് മാവ് കലക്കേണ്ടത് കേട്ടോ. അല്ലാതെ കട്ടിയാക്കരുത്. കുറച്ച് അളവിൽ കലക്കിയെടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചോളൂ. ഒന്ന് ലൂസായിട്ട് വന്നോട്ടെ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നല്ല ടേസ്റ്റായിട്ട് അങ്ങനെ പക്കവട ഉണ്ടാക്കിയാൽ. നമ്മളിപ്പോൾ ഈ ചായക്കടയിലൊക്കെ പോയിട്ട് എല്ലാം എടുത്ത് വാങ്ങിച്ച് കഴിക്കാറ്. ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുക വെച്ചാൽ നമുക്ക്
എത്രത്തോളം വേണോ അത്രയും കഴിക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് തന്നെ മനസ്സിനൊരു സംതൃപ്തിയല്ലേ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. പുറത്ത് പോയി കഴിക്കണേക്കാളും എത്രയും നല്ലതല്ലേ വീട്ടിലുണ്ടാക്കണേ. അവരാകുമ്പോൾ ഒരുപാട് അപ്പസോടൊക്കെ ഇടും, നമ്മൾ പിന്നെ കുറച്ചല്ലേ ഇടുള്ളൂ, നോക്കിയിട്ടല്ലേ ഇടുള്ളൂ. നമ്മൾ ശരീരമല്ലേ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് പുറത്തൊക്കെ പോയി കഴിക്കണേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കഴിക്കണതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ മാക്സിമം ഉണ്ടാക്കി വെക്കാൻ ശ്രമിക്കുക. പുറത്തുനിന്ന് വാങ്ങിക്കണത് കഴിയണത് ഒഴിവാക്കണം കേട്ടോ. ഇപ്പോൾ അത് ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ടാണ് നമ്മളെ മാവ് കുറച്ച് ലൂസായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് അലക്കി ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ സ്പൂൺ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണയൊക്കെ ഇപ്പോൾ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാതും കോരി ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ കലക്കി വെച്ചാൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ. നമുക്ക് ചായക്ക് ഒരു 4-5 പേർക്കൊക്കെ നന്നായി കഴിക്കാൻ പറ്റും ഇത്ര ഉണ്ടാക്കിയാൽ. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങളും മാവ് എടുത്താൽ മതി കേട്ടോ. എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈവനിങ് സ്നാക്സായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. എൻ്റെ മോന് സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ എന്തായാലും എന്തെങ്കിലും ഒരു വെറൈറ്റി നിർബന്ധമാണ് അവന്. വേറെ അവന് ഇഷ്ടപ്പെടാത്തൊന്നും കൊടുത്താൽ അവൻ കഴിക്കില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ കണ്ടുപിടിക്കും, എന്നിട്ട് ഈവനിങ് ആകുമ്പോൾ ഉണ്ടാക്കും കേട്ടോ. അതാണ് എന്നത്തെ എൻ്റെ പരിപാടി. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ ഒരു ഭാഗമൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വേറെടുത്തി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കൂട്ടി പിടിക്കും ഒക്കെ കൂടിയിട്ട്. അപ്പോൾ ഒന്ന് എല്ലാതും ഒന്ന് ഇങ്ങനെ വേർത്തിക്കോളൂ. നല്ലോണം ഒന്ന് മൊരിയട്ടെ കേട്ടോ. നല്ല മൊരിഞ്ഞ് ക്രിസ്പിയായി വരുമ്പോഴാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ്. പിന്നെ ഇതിലേക്ക് നമ്മളൊരു ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ. അതിൻ്റെ വീഡിയോ ഇപ്പോൾ ഞാൻ എടുത്തിട്ടില്ല. ആ ചമ്മന്തി ഇങ്ങനെ കൂട്ടി കഴിക്കുമ്പോഴാണ് പ്രത്യേക രസം ഉണ്ടാവുക. ഇതിട്ടപ്പോൾ ഒക്കെ മൊരിഞ്ഞ് അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. പിന്നെ ഇപ്പോൾ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കഴിക്കുന്ന സാധനം തന്നെയാണ് ഈ പക്കവടമൊക്കെ. അപ്പോൾ ഏറെ പിന്നെ പുറത്ത് ഹോട്ടലിൽ നിന്നും ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടാവും കഴിക്കാമെന്ന് മാത്രം. വീട്ടിലൊക്കെ അപൂർവം എല്ലാവരും ഉണ്ടാക്കുള്ളൂ. അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കൂ. ഒരു ചമ്മന്തിയും കൂടിയും കൂടെ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല, അത് ഞാൻ പിന്നെ ഒരു ദിവസം ഇടണ്ട കേട്ടോ വീഡിയോ. ഇനിയിപ്പോൾ ഞാൻ അടുത്തതും ഇങ്ങനെ മുക്കി ഒഴിക്കുകയാണേ. ഓരോ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാതും ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതും ഇങ്ങനെ വേറെടുത്തിട്ട് എടുക്കണേ, അല്ലെങ്കിൽ ആകെ കട്ട പിടിച്ച് പോകും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയണത് വേറെടുത്തിട്ട് എടുക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ അത് ഒന്ന് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് സെറ്റായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നാളെ ഒരു പുതിയ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.